SIR-ന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനം നടത്തുന്നത് ഒന്ന്, വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്തവരടക്കമുള്ള അഥവാ ഡിജിറ്റലൈസ് ചെയ്യാൻ കഴിയാത്തതടക്കമുള്ള കാര്യങ്ങൾ പരിഹൃതമാക്കുകയാണല്ലോ വേണ്ടത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ദിവസം കഴിയും തോറും ഈ 5 ഇനത്തിൽ പെടുന്നവർ കൂടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് സംശയം ശക്തിപ്പെടുത്തുകയാണ്. ഈ സിസ്റ്റം തന്നെ ശരിയായ വിധത്തിലാണോ പോകുന്നത്? ഉദാഹരണത്തിന് മരണപ്പെട്ടവർ ഈ 25 ലക്ഷമാണ് ഇന്നുള്ളതെങ്കിൽ 6,44,547 മരണപ്പെട്ടതെങ്കിൽ അതിന് കൃത്യമായ ഡെത്ത് റിപ്പോർട്ട് ചെയ്ത പരിസ്ഥിതിയിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് ആ വിവരം എടുക്കാൻ കഴിയും. ആ കണക്ക് തെറ്റാൻ സാധ്യതയില്ല. പിന്നെ 6-നും 15-നും ഇടയിൽ, ഡിസംബർ 6-ാം തീയതിക്കും 15-നും ഇടയിൽ മരണപ്പെട്ടവർ ലക്ഷങ്ങൾ വർദ്ധിക്കണം. അപ്പൊ അത് 6.44 ലക്ഷം നമുക്ക് മനസ്സിലാക്കാം. കണ്ടെത്താൻ സാധിക്കാത്തവർ എന്ന് പറയുന്നത് അന്നും ഇന്നും ഒരേ എണ്ണമാവണം. പിന്നെ സ്ഥിരമായി താമസം മാറിയവർ എന്ന് പറയുന്നതും BLOമാര് നേരത്തെ തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവണം. പക്ഷെ എന്തായാലും ഈ 20 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷമായി എണ്ണം ഉയരുന്നത് അത് SIR പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയാത്ത നിലയിലാണ്. മാത്രമല്ല, അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ വിവരിച്ച ഇന്നിവിടെ വിതരണം ചെയ്ത അതിന്റെ കണക്കുകൾ നോക്കുന്ന സമയത്ത് ഒരു കോളം ഇവിടെ ഇല്ല. അത് വേണമല്ലോ. ഫോറം വിതരണം ചെയ്യാൻ വേണ്ടി കഴിയാത്തതിന്റെ എണ്ണമാണല്ലോ പ്രധാനമായി 25 ലക്ഷം എന്ന് പറയുന്നവർക്ക് എത്തുന്നത് എന്ന് പറഞ്ഞാൽ, അഥവാ തിരികെ ലഭിക്കാത്ത എന്യൂമറേഷൻ ഫോറം. അപ്പൊ അത് മണ്ഡലാടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ലഭിക്കണമല്ലോ. അതോടൊപ്പം ഡിജിറ്റലൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു 100% ഡിജിറ്റലൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണക്കും ഇതിൽ കാണുന്നുണ്ട്. ഇന്നിവിടെ വിതരണം ചെയ്ത അസംബ്ലി മണ്ഡല അടിസ്ഥാനത്തിലുള്ള കണക്ക്. അത് BLOമാർക്ക് തിരികെ കിട്ടിയ ഫോറത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കണക്ക് എടുത്തിട്ടുണ്ടാകുക. അപ്പൊ തിരികെ ലഭിക്കാത്ത വോട്ടർമാരുടെ എണ്ണം ഉണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാണ് കണക്കാക്കുക? മാത്രമല്ല, ഇതിലെല്ലാം ഉള്ള അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം നിരവധി തവണ ഇവിടെ പറഞ്ഞതുപോലെ ഒരു വോട്ടറുടെയും വോട്ടവകാശം നിഷേധിച്ചുകൂടാ, അഥവാ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താതെ ഇരുന്നുകൂടാ. അതിനെന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഈ കണ്ടെത്താൻ കഴിയാത്തതായി നമ്മളിപ്പോ പറയുന്ന മരണപ്പെട്ടവരുടെ കാര്യത്തിൽ നമുക്ക് ഒഴിവാക്കിയാൽ തന്നെ മറ്റുള്ളതിന്റെ കാര്യം കൃത്യമായി ഒരു വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പറയാൻ കഴിയണം. നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ അടിയന്തരമായും ഈ പേരുകളൊന്ന് പരസ്യപ്പെടുത്തുക. അങ്ങനെ വന്നാൽ മരണപ്പെട്ടവരടക്കമുള്ളവരുടെ പേരുകൾ പരസ്യപ്പെടുത്തിയാൽ അതിൽ നിന്നെങ്കിലും VLAമാർക്ക് ഇത് ശരിയാണോ തെറ്റാണോ, വസ്തുതാപരമായി തന്നെ ശരിയാണോ എന്നത് പറയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഈ പേര് പ്രസിദ്ധീകരിക്കുക എന്നത് അടിയന്തരമായി കമ്മീഷൻ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത ഡേറ്റ് കൂടി അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ പേര് പരസ്യപ്പെടുത്തിക്കൊണ്ട് ഒരു സമയം കൊടുക്കണം. ഇനി കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത്, നമ്മളെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നവർ 2002 വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കി നിങ്ങൾ എന്യൂമറേഷൻ ഫോറം വിതരണം ചെയ്തപ്പോൾ ഇത് കണ്ടെത്താൻ കഴിയാത്ത ആളുകളുടെ കാര്യങ്ങൾ പരസ്യപ്പെടുത്തിയാൽ മാത്രമേ 25 ലക്ഷത്തിന്റെ കാര്യത്തിൽ അത് നിസ്സാരമായ എണ്ണമല്ല. മരണപ്പെട്ടവരതാണെങ്കിൽ അത് കൃത്യമായി ലോക്കൽ ബോഡീസിൽ നിന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് രേഖപ്പെടുത്തിക്കൊണ്ട് പോകാൻ കഴിയണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്.